ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ വീണ്ടും ജിഗർദണ്ഡ ഡബിൾ എക്സ്. നമുക്ക് ഇതിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ എസ് സൂര്യ ട്രാൻസ്ഫോർമേഷന്റെ ഒരു ചെറിയൊരു സീനാണ് നമ്മൾ വെച്ചത്. പിന്നെ നമുക്ക് ഇതിനകത്ത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫൈറ്റ് ആണ്. ഇതിനകത്ത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഞങ്ങൾ ഏറ്റവും ആസ്വദിച്ചതായിട്ടുള്ള ഫൈറ്റ് എന്ന് പറഞ്ഞാല് ആ കാട്ടിനകത്ത് മറ്റേ ആ ഒരു വില്ലൻ ഉണ്ടല്ലോ, ആനക്കൊമ്പൊക്കെ അടിച്ചു സട്ടാണി അങ്ങനെ എന്തോ ഒരു പേരുള്ള പുള്ളിക്കാരനോട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ട്. ആദ്യത്തെ ഫൈറ്റ് അല്ല, രണ്ടാമത് തിരിച്ച് അടിക്കുന്ന സീനുണ്ട്. തിരിച്ച് അവിടെ കാറ്റിൽ അവരുടെ താളത്തിൽ പോയിട്ട് അടിച്ച് അതൊരു കിടില ഫൈറ്റാണ്. അതിനകത്ത് ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത് സൂപ്പറായിട്ടാണ്. ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ചാണ് ആ ഒരു ഫൈറ്റ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ആ ഒരു ഫൈറ്റ് കണ്ടു നോക്കാം. അല്ലേ ഇതൊക്കെ ഞാൻ കാണില്ല. പൈമരം ചെറിയൊരു പറഞ്ഞു ഇത് കാറി കാണിച്ചു. അടുത്ത ഷോ കാര്യം പറയുന്നത് ഇതിലെ ഷോട്ടായിരുന്നല്ലേ. സ്കോറിങ് കൊടുത്തേക്കുന്നുണ്ടോ? അടിപൊളി അല്ലേ? സൈലന്റ് ആക്കിട്ട് അവിടെ ചായന് ഭയങ്കരല്ലേ പിള്ളേരെ. ഇതിനകത്ത് ഈ ഒരു ചെറിയ സ്പേസ് എടുത്തിട്ടാ വർക്ക് ചെയ്യുന്നുണ്ടോ? കണ്ടോ? അടിപൊളിയായിരുന്നു. ഈ ഒരു ഫൈറ്റ് സാധാരണ ഇതിനകത്ത് മറ്റുള്ള ഫൈറ്റിന് അത്ര ഡ്യൂറേഷൻ ഇല്ല, കുറച്ച് സമയം കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കൂടുതൽ ആവേശം എന്ന് വെച്ചാല് ഇവിടെ ഈ ഒരു ഫൈറ്റിന് തൊട്ട് മുമ്പാണ് ഈ രണ്ടുപേരെ ക്യാരക്ടർ മാറുന്നത്. എന്ന് വെച്ചാൽ അതുവരെ കൊല്ലണം എന്ന് പറയുന്ന നമ്മുടെ എസ് സൂര്യയുടെ ക്യാരക്ടർ മാറിയിട്ട് ഇല്ലേ, ഈ എന്ന് വെച്ചാൽ ലോറൻസിനെ രക്ഷിച്ചിട്ട് രണ്ടുപേരുടെ രണ്ടാമത് ഈ പുള്ളിയും ലോറൻസും മാറിയിട്ട് എന്തെങ്കിലുമൊക്കെ കാടിന് വേണ്ടി ചെയ്യണം എന്ന് പറയുന്ന രണ്ടുപേരുടെയും ക്യാരക്ടർ മാറിയതിനു ശേഷമുള്ള ഫസ്റ്റ് ഫൈറ്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് തിയേറ്റർ സത്യം പറഞ്ഞാൽ ഈ ഒരു സീൻ നമ്മൾ ഭയങ്കരമായിട്ട് കൈയടിച്ച് ആസ്വദിച്ച് കണ്ടൊരു സീനാണ്.
പിന്നെ ഇതിനകത്ത് ഇപ്പൊ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തതിനെക്കാട്ടി കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ക്യാമറ വർക്ക് സൂപ്പർ എന്ന് വെച്ചാൽ ആ ഒരു ചെറിയ സ്പേസിൽ ആ ഒരു വർക്ക് കാണിച്ച അടിപൊളിയായിരുന്നു. ആ ഒരു ഫൈറ്റിനനുസരിച്ചുള്ള ആ ഒരു ക്യാമറയുടെ മൂവ്മെന്റും ഇല്ലേ, ആ ഒരു ലൈറ്റിംഗ് ഒക്കെ എന്ന് വെച്ചാൽ ആ ഒരു ഗുഹ പോലെ സംഭവമാണ്. പക്ഷെ എന്നാലും അതിനകത്ത് ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് അത് പക്കയായിട്ടാണ് ചെയ്തേക്കുന്നത്. അത് നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ആ ഒരു ചെറിയ സീൻസ്, ആ ഒരു ഫൈറ്റ് മെയിനായിട്ട് കാണിക്കുന്ന അതിനകത്ത് വെച്ചിട്ട് ആ ഒരു ഗുഹ പോലത്തെ സംഭവത്തിൽ വെച്ചിട്ട്, പക്ഷെ അത് കിലോസ്കി സാധനം വരുന്നത്. പിന്നെ എന്താണ് രണ്ടുപേരുടെയും പെർഫോമൻസ് അല്ലേ, ആ ഒരു എസ് ജെ സൂര്യയുടെ ആ ഒരു പെർഫോമൻസും അതുപോലെ തന്നെ നമ്മുടെ ലോറൻസിന്റെ പെർഫോമൻസും പറ്റത്തില്ല. എന്ന് വെച്ചാല് ആ ഇന്റർവെല് കഴിഞ്ഞിട്ട് രണ്ടുപേരും മത്സരിച്ച് അഭിനയിക്കുക തന്നെ പറയും ഈ പടം. ഈ പടത്തിന്റെ ആ ഒരു ബാക്ക് ബോൺ എന്ന് പറഞ്ഞ ഇവർ രണ്ടുപേരോടാണ്, ഇവർ രണ്ടുപേരുടെ ആക്ടിങ് ആയിരുന്നു. പിന്നെ ഇതിനകത്ത് നമ്മളില്ലേ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞാണ് നമ്മള് എസ് ജെ സൂര്യയുടെ നമ്മൾ അഭിനയം നമ്മൾ പലത് കണ്ടെങ്കിലും ലോറൻസ് എനിക്ക് തോന്നില്ലേ പുള്ളിയുടെ കരിയർ ബെസ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ആക്ടിങ് ആയിരുന്നു ഈ സിനിമയില്. അപ്പൊ എന്തോരും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയെങ്കിൽ ഇത് ഒരിക്കലും തീരത്തില്ല. എന്ന് വെച്ചാൽ അതുപോലെ പറയാനുണ്ട്. പ്രത്യേകം നമുക്ക് താങ്ക്സ് പറയാനുള്ളത് കാർത്തിക് സുബ്രഹ്മണ്യൻ എന്ന് വെച്ചാൽ ഇത്രയും ഇല്ലേ ഒരു കിടിലം പടം നമുക്ക് തന്നതിനാണ് അദ്ദേഹത്തിനോട് നന്ദി പറയേണ്ടത്. അപ്പൊ എന്തുവായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.